അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അൽഫ്രെഡോ മാഗി കഴിച്ചു. ഞങ്ങൾ മാഗി വാങ്ങി എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കിയിട്ടും അടുത്തപ്പോൾ ഒരു വെറൈറ്റി പിടിച്ചതാണ്. പക്ഷെ സംഗതി ഇത്രയും ക്ലിക്കാവും എന്നുള്ള കാര്യം ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നേരം ഞാൻ 2 പാക്ക് മാഗിയാണ് യൂസ് ചെയ്യുന്നത്. അത് പൊളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് കുക്കാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സോളം മതി. അപ്പം നമ്മൾ മാഗി കറക്റ്റ് വേവിൽ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ മാഗി മുഴുവനായിട്ട് കുഴഞ്ഞു പോയ പോലെ ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേറൊരു ട്രിക്ക് ഉണ്ട്. ആദ്യം നമുക്ക് ഇത് കോരി മാറ്റാം. ഈ സമയത്ത് തന്നെ നോർമൽ വാട്ടർ ഒന്ന് മാഗിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ പശപ്പ് അങ്ങ് പോയി കിട്ടും. നെക്സ്റ്റ് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 20 ഗ്രാമോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1 ക്യൂബ് ബട്ടർ ആഡ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോൺസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അധികം അങ്ങോട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളെ വൈറ്റ് സോസ് ഇല്ലേ, അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മളെ മാഗി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഊറ്റാൻ വെച്ചത് കൊണ്ട് തന്നെ അഥവാ അത് പറ്റി പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മാഗി മസാല അതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 പാക്ക് മാഗി എടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ 2 പാക്ക് മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തത്. അത് മുഴുവനായിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അൽഫ്രെഡോ മാഗി തയ്യാറായി കിട്ടും. ആ ഒരു ചീസിൻ്റെ ഫ്ലേവറും അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ ആ സ്വീറ്റ് കോൺസും പിന്നെ നമ്മളെ ക്യാപ്സിക്കം ഒക്കെ കടിക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ക്വയസ് റെസിപ്പി.